Today we are going to discuss about different laws of combination. നമ്മുടെ ചാപ്റ്റർ basic concepts of chemistry, part 2 video. Okay, part 2 video. Then what are the different laws of combinations? First one, law of conservation of mass, law of definite proportion, law of multiple proportion, Gay-Lussac's law of gaseous volume. Then last one, fifth one, Avogadro's law. നമ്മളിവിടെ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ലോസ് ഓഫ് കോമ്പിനേഷൻസും അതിൻ്റെ എക്സാമ്പിളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ലോസ് ഓഫ് കോമ്പിനേഷൻ? ലോ ഓഫ് കൺസിഡറേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനറ്റ് പ്രപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ, ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം, ദെൻ ലാസ്റ്റ് വൺ അവഗാഡ്രോസ് ലോ. ഓക്കെ, ക്ലിയർ? ഇത്രയും പാർട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആൻഡ് ലോ ഓഫ് ഡെഫിനറ്റ് പ്രപ്പോർഷൻ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് പാർട്ട്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോസ് ഓഫ് കോമ്പിനേഷൻ? അതിൽ ഫസ്റ്റ് വൺ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ദെൻ അക്കോർഡിംഗ് ടു ദിസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, matter can neither be created nor be destroyed. According to law of conservation of mass, matter can neither be created nor be destroyed. That means, നിങ്ങൾ അവിടെ നോക്കുക ഇക്വേഷൻ, CaCO3 gives CaO plus CO2. Here we take 20 gram CaCO3 to get 11.2 gram calcium oxide and 8.8 gram carbon dioxide. Then the total mass of reactant how much? 20 gram. Then total mass of product how much? 20 gram. That is 11.2 plus 8.8. Then here we concluded that total mass of reactant is equal to total mass of product. Clear? Total mass of reactant is equal to total mass of product. That is, in a chemical reaction, total mass of reactant is equal to total mass of product. This is called the law of conservation of mass. ഒന്ന് conclude ചെയ്താൽ, according to law of conservation of mass, in a chemical reaction, total mass of reactant is equal to total mass of product. That is, matter can neither be created nor be destroyed. Clear? ഒന്ന് ക്ലിയർ ചെയ്യുക, law of conservation of mass. Okay. Second law, law of definite proportion. Law of definite proportion. ഇപ്പോൾ law of definite proportion പറയുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു. law of definite proportion നിങ്ങൾ ഇവിടെ നോക്കുക, രണ്ട് കേസ് ഞാൻ എഴുതിയിട്ടുണ്ട്, ഫസ്റ്റ് കേസ് ആൻഡ് സെക്കൻഡ് കേസ്. അതിൽ ഫസ്റ്റ് കേസിൽ അവിടെ എന്താ ഫോം ചെയ്തത്? വാട്ടർ. അപ്പോൾ H2 പ്ലസ് ഹാഫ് O2 ഗീവ്സ് H2O. അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ഹൗ മച്ച്? 1. ഓക്സിജൻ 16. അങ്ങനെയാണെങ്കിൽ H2 പ്ലസ് ഹാഫ് O2 എന്ന് പറയുമ്പോൾ H2ൻ്റെ മാസ് 2, ഹാഫ് O2 16. അപ്പോൾ 2:16 എന്നുള്ള മാസ് വന്നു, അറ്റോമിക് മാസ് ഓർ അറ്റോമിക് വെയ്റ്റ്. അതിൻ്റെ റേഷ്യോ 1:8. ഓക്കെ. സെക്കൻഡ് കേസിൽ 2H2 പ്ലസ് O2 gives 2H2O. അവിടെ റേഷ്യോ 4:32. ദാറ്റ് ഈസ് 1:8. എങ്കിൽ അവിടെ നമുക്ക് ക്ലിയർ ചെയ്യുന്നൊരു പോയിൻറ്റ്, ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ഇൻ ദി റേഷ്യോ 1:8 ടു ഗെറ്റ് വാട്ടർ. ക്ലിയർ? അപ്പോൾ ഇവിടെ വാട്ടർ ഫോർമേഷനിൽ നിങ്ങൾ റൈറ്റ് സൈഡ് നോക്കിയാൽ മനസ്സിലാവും, വാട്ടർ ഫോർമേഷനിൽ അവിടെ കമ്പൈൻ ചെയ്യുന്നത് സെയിം എലമെൻറ്റ്. സെയിം എലമെൻറ്റ് മീൻസ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അവിടെ ഫോം ചെയ്ത സെയിം കോമ്പൗണ്ട്. വിച്ച് വൺ? വാട്ടർ. ആ കോമ്പിനേഷൻ റേഷ്യോ സെയിം, ദാറ്റ് ഈസ് 1:8. സോ എന്തായാലും സെയിം എലമെൻറ്റ്, സെയിം കോമ്പൗണ്ട്, സെയിം റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് ഡെഫിനറ്റ് പ്രപ്പോർഷൻ, എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദി സെയിം പ്രപ്പോർഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ അറ്റോമിക് വെയ്റ്റ്. ഗിവൺ കോമ്പൗണ്ട് പറഞ്ഞാൽ വാട്ടർ. നിങ്ങൾ സിമ്പിളായിട്ട് H2O എന്ന് എഴുതിയാൽ H2O എന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? H2 2:16 അല്ലേ? അപ്പോൾ ആ റേഷ്യോ എത്രയാണ്? 1:8. ദാറ്റ് മീൻസ് വാട്ടർ ഈസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ ദ റേഷ്യോ 1:8. ദാറ്റ് മീൻസ് ദിസ് റേഷ്യോ ഈസ് ഫിക്സഡ് or definite or constant. Clear? So what is the law of definite proportion? A given compound always contains exactly the same proportion of elements by atomic weight. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, കൺക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്, ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് ഡെഫിനറ്റ് പ്രപ്പോർഷൻ, സെയിം എലമെൻറ്റ്, സെയിം കോമ്പൗണ്ട്, സെയിം റേഷ്യോ. ഇതാണ് നമ്മളുടെ ഒബ്സർവേഷൻ. സെയിം എലമെൻറ്റ്, സെയിം കോമ്പൗണ്ട്, സെയിം റേഷ്യോ. ഓക്കെ, ദിസ് ഇസ് ലോ ഓഫ് definite proportions. Okay,
തേർഡ് വൺ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻസിൽ എന്നാൽ ഡെഫിനേഷൻ പറയുന്നതിന് മുമ്പേ ഒന്ന് ശ്രദ്ധിക്കുക. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷനിൽ ഞാൻ ആ ബോക്സിൽ ആ കോളത്തിൽ വരച്ചിരിക്കുന്നത് നോക്കിയാൽ ഫസ്റ്റ് കേസ് സെക്കൻഡ് കേസ് കോളത്തിൽ അതിൽ H2 പ്ലസ് ഹാഫ് O2 ഗീവ്സ് H2O. ഹൈഡ്രജൻ ഓക്സിജനോട് കമ്പൈൻ ചെയ്തു, റേഷ്യോ 2:16. ഓക്കെ. ദെൻ സെക്കൻഡ് കേസ് ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഗെറ്റ് H2O2, റേഷ്യോ 2:32. ഫസ്റ്റ് കേസ് റേഷ്യോ 2:16, സെക്കൻഡ് കേസ് റേഷ്യോ 2:32. അപ്പോൾ നിങ്ങൾക്കൊരു കൺക്ലൂഷൻ കിട്ടി, ഡിഫറൻറ്റ് റേഷ്യോ ആണെന്ന് കിട്ടി. ഓക്കെ. ദെൻ നെക്സ്റ്റിൽ ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ഹിയർ ടു ഫോംസ് 2 ഡിഫറൻറ്റ് കോമ്പൗണ്ട്സ് H2O ആൻഡ് H2O2. അപ്പം അടുത്തൊരു പോയിന്റ് കിട്ടി, ഡിഫറൻറ്റ് കോമ്പൗണ്ട്. ദെൻ ബട്ട് കോമ്പിനേഷൻ elements, the same elements are combined. Okay, same elements. Which one? What are the same elements combination takes place here? Hydrogen and oxygen. അപ്പം സെയിം എലമെൻറ്റിൻ്റെ കോമ്പിനേഷൻ. അപ്പം നിങ്ങൾ നോക്ക്, സെയിം എലമെൻറ്റ്, ഡിഫറെൻറ്റ് കോമ്പൗണ്ട്, ഡിഫറെൻറ്റ് റേഷ്യോ. സോ ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ഇഫ് 2 elements can combine to form more than one compound. Clear? The masses of one element that combines with a fixed mass of the other element are in the ratio of simple whole numbers എന്ന് പറയുന്നത്. നിങ്ങളിവിടെ ക്ലിയർ ചെയ്തോ, മാസസ് ഓഫ് വൺ എലമെൻറ്റ്, ആ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ ഓക്സിജൻ, ദാറ്റ് ഈസ് 16 ആൻഡ് 32. ദെൻ കമ്പൈൻസ് വിത്ത് ഫിക്സഡ് മാസ് ഓഫ് ദി അതർ എലമെൻറ്റ്, അതിവിടെ ഹൈഡ്രജൻ ആണ്. നമുക്ക് രണ്ട് കേസിൽ ഹൈഡ്രജൻ്റെ മാസ് സെയിം 2 മാസസ് ഓഫ് എൻ എലമെൻറ്റ് എന്ന് പറയുമ്പോൾ അത് ഓക്സിജൻ, അത് എത്രയാണ്, അത് ഡിഫറൻറ്റ് 16 ആൻഡ് 32. അങ്ങനെയാണെങ്കിൽ ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ് ലോ ഓഫ് ഏത് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ 2 മാസസ് ഓഫ് എൻ എലമെൻറ്റ്, അതായത് അത് ആ ഓക്സിജനിലെ 16 ആൻഡ് 32 എന്നുള്ള സംഭവം ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിൽ ഉണ്ടാവും. നിങ്ങൾ നോക്കിയാൽ 16:32, that means 1:2. Clear? This is law of multiple proportion. അപ്പം അക്കോർഡിംഗ് ടു ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, if 2 elements can combine to form more than one compound, then the masses of one element that combines with the fixed mass of the other element are in the ratio of simple whole numbers. Okay. റൈറ്റ് സൈഡിൽ എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. ഡിഫറെൻറ്റ് H2O2 പെയർ കാണിക്കുക, ഒബേ ചെയ്യും. CO2 പെയർ, NO2 പെയർ, പിന്നെ SnCl2 ആൻഡ് SnCl4 പെയർ, ഒബേ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ക്ലിയർ? ഓക്കെ. അപ്പം ഫോർത്ത് ലോ, ഗേലോ-സാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം. ഇവിടെ പറയുന്നത് എക്സാമ്പിൾ, ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം വാട്ടർ. അവിടെ നോക്കുക, 100 ml ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് 50 ml ഓക്സിജൻ ടു ഫോം വാട്ടർ. അവിടെ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കമ്പൈൻ ചെയ്യുന്ന റേഷ്യോ ഇസ് ബേസ്ഡ് അപ്പോൺ, ഹിയർ ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ വോളിയം, ദാറ്റ് മീൻസ് 2:1. ഓക്കെ. എങ്കിൽ ആ സംഭവം തന്നെ നിങ്ങൾ റൈറ്റ് സൈഡിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ നോക്കിയാൽ 2H2 പ്ലസ് O2 ഗീവ്സ് 2H2O. ഇതിൻ്റെ ഹൈഡ്രജൻ ഓക്സിജൻ തമ്മിൽ ബാലൻസ് ചെയ്ത നമ്പറിലെ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻറ്റ് 2ഉം 1ഉം ആ റേഷ്യോ തന്നെയാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഡിഫറൻസ് പറഞ്ഞാൽ ഗേലോ-സാക്സ് ലോ ഇസ് ബേസ്ഡ് അപ്പോൺ വോളിയം, റേഷ്യോ ഇസ് ബേസ്ഡ് അപ്പോൺ വോളിയം. ഓക്കെ. ദെൻ വാട്ട് ഈസ് ഗേലോ-സാക്സ് ലോ? അക്കോർഡിംഗ് ടു ഗേലോ-സാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം, വെൻ ഗ്യാസസ് കമ്പൈൻ ഓർ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, ദേ ഡു സോ എ സിമ്പിൾ റേഷ്യോ ബൈ വോളിയം പ്രൊവൈഡഡ് ഓൾ ദി ഗ്യാസസ് ആർ അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഗേലോ-സാക്സ് ലോ ഇസ് ബേസ്ഡ് അപ്പോൺ, ഏതിൻ്റെ കേസിലാണ് പറയുക, ഗേലോ-സാക്സ് ലോ ഇസ് ബേസ്ഡ് അപ്പോൺ വോളിയം, റേഷ്യോ ഇസ് ബേസ്ഡ് അപ്പോൺ വോളിയം. അപ്പോൾ ഒരു പ്രത്യേകത അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ. ദിസ് ഇസ് ഗേലോ-സാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം. ക്ലിയർ? അപ്പോൾ എന്താ ഗേലോ-സാക്സ് ലോ പറയുന്നത്? വെൻ ഗ്യാസസ് കമ്പൈൻ ഓർ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, ദേ ഡു സോ എ സിമ്പിൾ റേഷ്യോ ബൈ വോളിയം പ്രൊവൈഡഡ് ഓൾ ദി ഗ്യാസസ് ആർ അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ. ഫോർത്ത് വൺ, അവഗാഡ്രോസ് ലോ. ഇപ്പോൾ എന്താ പറയുക അവഗാഡ്രോസ് ലോ പറയുന്നത്? ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഷുഡ് കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് അവഗാഡ്രോസ് ലോ, V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N, ദാറ്റ് ഈസ് വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. ഇതിൻ്റെ അവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ദിസ് ലോ ഈസ് ആപ്ലിക്കബിൾ ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഓക്കെ. അപ്പോൾ ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻസ്
ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അത് വേറെ ടേമിൽ പറഞ്ഞത്. അല്ലെങ്കിൽ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, അങ്ങനെയും പറയാം. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദ വോളിയം ഓഫ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓർ in accordance with Avogadro's law, equal volume of all gases at same temperature and pressure should contains equal number of molecules. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ന് എഴുതാം. ഇപ്പോൾ നിങ്ങൾ തൊട്ട് മുന്നേ പഠിച്ചിരിക്കുന്ന ഗേലോ-സാക്സ് ലോയിൽ ഞാൻ ആ റൈറ്റ് സൈഡ് എഴുതിയിരിക്കുന്ന ഇക്വേഷനിലെ 2H2 പ്ലസ് O2 ഈസ് 2H2, അതിൽ നിങ്ങൾ ആ റേഷ്യോ എടുക്കുന്ന സമയത്ത് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആർ ഇൻ ദ റേഷ്യോ 2:1. അപ്പം അവിടെ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നാണ്. ഓക്കെ, ദിസ് ഈസ് അവഗാഡ്രോസ് ലോ. ക്ലിയർ? നിങ്ങൾ നോക്കുക, ഇപ്പോൾ പഠിച്ചിരിക്കുന്നത് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ലോസ് ഓഫ് കോമ്പിനേഷൻ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനറ്റ് പ്രപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ, ഗേലോ-സാക്സ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ. ഇനി ഞാൻ പറയുന്ന പാർട്ട്, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? ആൻസർ വരിക ലവോസിയെ. എക്സാമിന് ക്വസ്റ്റ്യൻ വന്നതാണ്. Then who introduced a law of definite proportion? Joseph Prost. Then law of multiple proportion, John Dalton. Gay-Lussac law, Gay-Lussac. Then Avogadro's law, Amadeo Avogadro. Okay, അപ്പോൾ സയൻറ്റിസ്റ്റിൻ്റെ പേരൊന്ന് ക്ലിയർ ചെയ്യുക. അപ്പോൾ what are the different types of laws of combination? Different laws of combination ഉള്ളത് 5 types. എന്തല്ല? Law of conservation of mass, law of definite proportion, law of multiple proportion, Gay-Lussac's law, then Avogadro's law. Introduced the scientist, law of conservation of mass, Lavoisier, okay, Joseph Prost, John Dalton, Gay-Lussac's law, then Gay-Lussac, then Amadeo Avogadro. Okay.